രാവിലെ നല്ല കാറ്റാണ്. പറമ്പിലൊക്കെ പോകാൻ കുടംപുളി കൊണ്ട് പെറുക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പറമ്പ് കുറച്ച് ദൂരത്തായതുകൊണ്ടേ പിന്നെ കുറച്ച് താമസിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം ആനയുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ചെല്ലുമ്പം പുളി കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഇത് ആന നന്നായിട്ട് വന്ന് ഇന്നലെ രാത്രി വന്ന് നല്ല രീതിയിൽ ഇവിടെ എല്ലാം നശിപ്പിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുടംപുളി കുറച്ചൊക്കെ വെങ്ങാനൊക്കെ കഴിക്കും. പിന്നെ എന്താ പറയുക, പുളിയൊക്കെ കുറേ പേരൊക്കെ വന്ന് പെറുക്കിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് വരാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്നുണ്ട്, ഈ ജാതിമരം നോക്കിക്കേ, ഇതുപോലെ കുറേ ജാതിമരം ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞ ആന. ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നൊരു ജാതിമരമാണ്. ഇത് മുഴുവൻ ചവിട്ടി ചായച്ചിട്ട് വട്ടം ഒടിച്ചിട്ട് കണ്ടപ്പം ഭയങ്കര വിഷമം തോന്നി. കാരണം ഒന്നും നമുക്ക് നട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ ആനയെ ഓടിക്കാനൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് കൃഷികളും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്, അതെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞെന്നേ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വനത്തിന് അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളായത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ധാരാളം ഈ എന്താ പറയുക, കുറേ പ്ലാവുകൾ സംഭവങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതുങ്ങൾ വന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ ദേഷ്യം വന്നിട്ട് ഇതൊക്കെ നശിപ്പിച്ച് കളയുന്നതാണ്. ഇത് കണ്ടില്ല, ഇങ്ങോട്ട് നോക്കിക്കുമ്പോൾ വലിയൊരു പ്ലാവാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുപോലെ കുറേ പ്ലാവുകളുണ്ട്, നിറയെ ചക്കകളുണ്ട്. തൊട്ടടുത്ത പറമ്പുകളുണ്ട്, അവിടെയും ഇതുപോലെ പ്ലാവുകളും ചക്കകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വന്ന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. എല്ലാം ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചുവട്ടിലോട്ട് നോക്കിയാൽ ഇവിടെ ഒന്നും രണ്ടുമല്ല, കുറേ എണ്ണം വന്നിട്ട് നശിപ്പിക്കും. പിന്നെ പറമ്പുകളൊക്കെ ആണെങ്കിലും കണ്ടില്ലേ, ഇവിടെ നേരത്തെ താമസം ഉള്ളത് കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉള്ള ഈ ചാമ്പയും റംബുട്ടാനും ഒക്കെയാണ്. അതൊക്കെ ഇപ്പോൾ കിളികളൊക്കെ വന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ തെങ്ങയിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കി. ഇത് മാക്സിമം കളയാൻ വേണ്ടിയിട്ട് ആന ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ മുള്ളുകമ്പി കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 3-4 തെങ്ങുണ്ട്, അതെല്ലാം ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കും. അത് കാരണം ഇപ്പം അത് മാത്രം തള്ളിയിടാനൊന്നും പറ്റിയില്ല. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ കവുങ്ങും തെങ്ങും എല്ലാം തള്ളിക്കളഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ഇതൊക്കെ കാണുമ്പം തന്നെ. എന്തോ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ കേട്ടോ, എൻ്റെ അമ്മ പണ്ട് ചെറുപ്പത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെയാണ്. ഇപ്പോൾ ആനശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ നിന്നെല്ലാം മാറി താമസിച്ചു. പിന്നെ കുറേ ജാതിക്ക ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം പിറക്കിയെടുത്ത്. കാരണം ചമ്മന്തി അരയ്ക്കാൻ നല്ലതല്ലേ. വിളഞ്ഞ ജാതിക്കയല്ല കേട്ടോ. പിന്നെ എന്താ പറയുക, കുറച്ച് പുളി ഉണ്ടായിരുന്നതെല്ലാം പെറുക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, ഈ മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇരുണ്ടൊക്കെയാണ് കിടക്കുന്നത്. പെട്ടെന്ന് പെറുക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അധികം ഒന്നും കിട്ടിയില്ല കേട്ടോ, കുറച്ചൊക്കെയേ കിട്ടിയുള്ളൂ. ഉള്ളതൊക്കെ പെറുക്കി നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, അധികം നേരം നിന്ന് കഴിഞ്ഞാൽ പേടിച്ചിട്ട് പിന്നെ നിൽക്കാനും പറ്റത്തില്ല. ഉള്ളത് കൊണ്ടങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ബൈ.